ഹലോ ഗൈസ്, ഇന്നൊരു ഓഫ് ഡേ ആണ്. സോ നമ്മൾ വിചാരിച്ചു ഒരു ഔട്ടിങ്ങിന് പോവാം. അപ്പം ഡ്രസ്സൊക്കെ മാറ്റി സെറ്റായിരിക്കുകയാണ്. പക്ഷേ സ്പോട്ട് എനിക്കറിയത്തില്ല. റൂംമേറ്റ് പറഞ്ഞു മാൾട്ടയിലൊരു കാടുണ്ടെന്ന്. സോ അത് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. പക്ഷെ നമ്മളെ വെതർ ചെറുതായിട്ട് ചതിച്ചായിരുന്നു. ഇറങ്ങിയ സമയത്ത് നല്ല വെയിലൊക്കെ ആയിരുന്നു. പക്ഷെ എത്തിയപ്പം മഴയും കാറ്റും. അങ്ങനെ നമ്മൾ ആ സ്പോട്ടിലെത്തി നടക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ കാണുമ്പോൾ ഇവർ വൈബടിച്ച് നടക്കുന്ന പോലെ തോന്നുമായിരിക്കും. ശരിക്കും അങ്ങനെ കുറേ നടന്ന് നമ്മളൊരു ഹിഡൻ സ്പോട്ട് കണ്ടുപിടിച്ചു ഗൈസ്. അധികം ആരും അങ്ങനെ ശ്രദ്ധിക്കാത്ത കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലം. സോ നമ്മൾ അങ്ങോട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അതിൻ്റെ ഉള്ളിലോട്ട് കയറി. അപ്പം മാൾട്ടയിലും ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്പോട്ട് ഉണ്ടോ എന്ന് തന്നെ നമ്മൾ ചിന്തിച്ചു. ഒരു തിഗംബരൻ്റെ കുളം പോലെയൊക്കെ. അതിൻ്റെ പിറകിലും കുറേ സ്ഥലം ഉണ്ടായിരുന്നു. സോ നമ്മൾ ഉള്ളിലോട്ട് കുറേ നടന്നു. അപ്പം ഇത് സ്പോട്ടെന്ന് പറയുന്നത് ബസ്കറ്റ് ഗാർഡനാണ്. നമ്മളെ മാൾട്ടയിലുള്ള ഡിംഗ്ലീൻ്റെ അടുത്തായിട്ട് വരും. സോ ഇതെന്ന് പറയുന്നത് ഒരു ഹണ്ടിങ് ഗ്രൗണ്ടിന് വേണ്ടി ഒരു നൈറ്റ് പ്ലാൻ ചെയ്ത സ്ഥലമാണ്. അവരുടെ ഒരു 16th സെഞ്ച്വറി ആ ടൈമിലായിട്ട്. സോ ഇത് ഫുള്ളി കാടാണ്. നമ്മുടെ നാട്ടിൽ ഒരു കാട്ടിൽ പോയ ഒരു ഫീൽ തന്നെയാണ്. ഒരു പിക്നിക്കൊക്കെ പോകാൻ വേണ്ടി ഒരു പക്കയായിട്ടൊരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്പോട്ട് തന്നെയാണ് ഇത്. മാൾട്ടയിലുള്ളവർക്കറിയാം, നമുക്ക് പൊതുവെ അങ്ങനത്തെ സ്പോട്ട് കിട്ടാൻ ഭയങ്കര പാടാണ്. അങ്ങനെ കുറേ നടന്ന് നമ്മൾ എത്തുന്ന വേറൊരു സ്പോട്ടാണ്. ഫുള്ളായിട്ട് പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം. അപ്പം നമ്മൾ ഉള്ളിലോട്ട് കയറി കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ സമയമായതുകൊണ്ട് നമ്മൾ തിരിച്ചു. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്കുള്ള വീഡിയോ. ഒരു ഡേ ഇൻ മൈ ലൈഫ് അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ഉദ്ദേശിച്ചത്. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പം ഞാൻ ഇനിയും ഫോൺ വോയിസിൽ ഇടാൻ നോക്കാം. അതോടൊപ്പം തന്നെ എൻ്റെ ട്രാവൽ വീഡിയോസൊക്കെ ഞാൻ ഇടാനായിട്ടാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഐസ്ക്രീം കുടിച്ച് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ്. താങ്ക് യു.